നമസ്കാരം. എന്തുകൊണ്ടാണ് നടൻ ബാലയും മുൻ ഭാര്യ എലിസബത്ത് ഉദയനും പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇനിയും ഇവരിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലയ്ക്കെതിരെ നിരവധി വിവാദങ്ങളാണ് എത്തുന്നത്. അമൃത സുരേഷ് ബാലയ്ക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാകുന്നു. അതിനിടെ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത്. വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തനിക്ക് നൽകാനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത്. ഫേസ്ബുക്കിൽ പങ്കിട്ട പോസ്റ്റിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നത് ബാല കാരണമാണെന്ന് എലിസബത്ത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആദ്യമായാണ് എലിസബത്ത് ബാലയ്ക്കെതിരെ രംഗത്തെത്തിയത്. എലിസബത്ത് ബാല വിഷയം ഒരിക്കൽ കൂടി ചർച്ചയാകുമ്പോൾ എലിസബത്തിന് പിന്തുണ നൽകി കൂടുതൽ ആളുകൾ എത്തുന്നത്. ബാലയുമായി പിരിയാനുണ്ടായ സാഹചര്യം ഇതുവരെ എവിടെയും പറയാത്തതിന്റെ കാരണം സഹിതമാണ് എലിസബത്ത് രംഗത്ത് വന്നത്. അയാൾ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിന് കണക്കില്ല. എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ സ്വകാര്യ വീഡിയോ അടക്കം പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് ഭീഷണി. ഇന്നും അച്ഛനും അമ്മയും താനും അയാളെയും അയാളുടെ കുണ്ടകളെയും പേടിച്ചാണ് ജീവിക്കുന്നതെന്നും എലിസബത്ത് പറയുന്നു. ഞാൻ അയാളെ അപായപ്പെടുത്താൻ നോക്കിയെന്നൊക്കെയാണ് പറയുന്നത്. എന്റെ മെഡിക്കൽ ലൈസൻസ് റദ്ദ് ചെയ്യാൻ അയാളോട് പറയൂ. അയാളുടെ അമ്മ പറഞ്ഞിട്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതെ ഇരുന്നതെന്നും എലിസബത്ത് ആരോപിച്ചു. അയാളുടെ ജാതകദോഷം തീർക്കാൻ വേണ്ടിയാണ് കാത്തിരുന്നതെന്നും എലിസബത്ത് പങ്കിട്ട പോസ്റ്റിൽ പറയുന്നു. മാത്രമല്ല, താൻ കൂടെയുള്ളപ്പോൾ തന്നെ മറ്റു സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ നടന്ന വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഡിപ്രഷനും സ്ട്രെസ്സും മൂലം അഹമ്മദാബാദിലെ ജോലിയിൽ നിന്നും താൽക്കാലിക ഇടവേള എടുത്തുകൊണ്ട് എലിസബത്ത് ഇപ്പോൾ നാട്ടിലാണുള്ളത്. സ്വയം ഹീൽ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുമ്പോഴും ബാലയുടെ നിരന്തരമായ ആക്ഷേപം എലിസബത്തിനെ തളർത്തി കളയുകയാണ്. അയാളുടെ പണം നോക്കി നിൽക്കാനായിരുന്നുവെങ്കിൽ വർഷങ്ങളോളം അവർക്കെല്ലാം സഹിച്ചു നിൽക്കേണ്ടതില്ലായിരുന്നു. ഇത് അയാൾ അവരെ ചതിച്ചതാണ് എന്നിങ്ങനെ 1000 കമന്റുകൾ എലിസബത്തിന് ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും നടക്കും. ഒന്നിലും തളരാതെ മുന്നോട്ട് പോവുക പൂർവാധികം ശക്തിയോടെ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ ആയിരിക്കും നമ്മളെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുക. കുറ്റം പറയാൻ 1000 പേരുണ്ടാകും. ബട്ട് നിങ്ങളെ അത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛൻ അമ്മ എന്ന സ്നേഹവും. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പോരാടുക. മനസ്സിൽ ഒരുപാട് നന്മയുള്ള നിങ്ങൾ ജയിക്കും. നല്ലൊരു ജീവിതം മുൻപിൽ ഉണ്ട്. അയാൾ അർഹിക്കുന്ന ശിക്ഷ കർമ്മയിൽ കൂടെ അയാൾക്ക് തിരിച്ചു കിട്ടും. എന്നാലും നിയമത്തിന്റെ രീതിയിൽ പോരാടുക. ഒരുപാട് സ്നേഹം മാത്രം. എന്നെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണം എലിസബത്ത്. താങ്കളൊരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിട്ട് കൂടി ഇത്തരം പോക്രിത്തരത്തിന് കൂടെ പിടിച്ചു നിൽക്കരുത്. എന്തിനാണ് പേടിക്കുന്നത്? താങ്കളുടെ ബെഡ്റൂം കാര്യങ്ങൾ പബ്ലിക്കാക്കുമെന്ന് ഭയന്നോ? അത് പബ്ലിക്കാകുന്ന പക്ഷം ബാലയുടെ കയ്യിൽ വിലങ്ങ് വീഴും. ആ ബോധം അയാൾക്ക് ഇല്ലാണ്ടിരിക്കുമോ? ബാല ആ വീഡിയോ പബ്ലിക്കിലേക്ക് വിട്ടാൽ അവിടെ മുതൽ അയാൾ സ്വന്തം ശവക്കുഴി പൂർത്തിയാക്കി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ബാല അത്തരം കാര്യത്തിന് മുതിരുമെന്ന് തോന്നുന്നില്ല. ധൈര്യമായിരിക്കും. ഡോക്ടർ ഇതൊക്കെ ഒരു അടഞ്ഞ അധ്യായമായി കരുതി മുന്നോട്ട് പോകുക. ഒരു സെക്കൻഡ് പോലും അയാളെപ്പറ്റി ചിന്തിച്ച് സമയം കളയരുത്. ഡോക്ടറുടെ സമയം നല്ല കാര്യങ്ങൾക്കായി ചിലവഴിക്കാൻ കഴിയട്ടെ. ഇയാൾ സൈക്കോ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇയാൾക്ക് തല വെച്ചു കൊടുത്തു. പക്ഷേ സംഭവിച്ചു പോയൊരു കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് നിങ്ങളെ ഇയാൾ അബ്യൂസ് ചെയ്തതും ഭീഷണിപ്പെടുത്തിയതും പറഞ്ഞ് നിയമപരമായി മുന്നോട്ട് പോവുക എന്നതാണ്. സോഷ്യൽ മീഡിയ അല്ല കോടതി. ഇവിടെ പോസ്റ്റ് ഇട്ടത് കൊണ്ട് കുറച്ച് മഞ്ഞ പത്രങ്ങളിൽ ലിങ്കായി വാർത്തകൾ വരുമെന്നേ ഉള്ളൂ. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ അല്ല ലൈഫ് എന്ന് തിരിച്ചറിയുക. ബെഡ്റൂം വീഡിയോ ലീക്ക് ആകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ അയാൾക്ക് നിങ്ങൾ രഹസ്യമായി ഭാര്യ ആയതല്ലോ. അതുകൊണ്ട് അത് വെച്ചുള്ള ഭീഷണി ആ സൈക്കോയുടെ വഴിയിൽ വെച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു പരാതിപ്പെടുക തന്നെ വേണം. ധൈര്യത്തോടെ പോരാടൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ.